ഹേ ഗായ്സ്, ആൽബിനാണ്. രേഖാചിത്രം റിവ്യൂ. 2025 ആദ്യത്തെ ഹിറ്റ് പടം എന്ന് തന്നെ പറയാം. വെൽ ക്രാഫ്റ്റഡ് പടമാണ് പടം. റിട്ടൺ ബൈ ജോൺ മന്ത്രിക്കൽ, രാമു സുനിൽ. ഡയറക്ടർ ജോഫിൻ ടി ചാക്കോ. റഷ്യയില. മ്യൂസിക് മുജീബ് മജീദ്. അങ്ങനെ നോക്കി വെച്ചോ. എന്താ പറയുക, പടത്തിന് അമ്മരി സ്ട്രെങ്ത്താണ് കൊടുത്തോണം. സ്റ്റോറി രാമു സുനിൽ. അതായത് 1985 നടന്നൊരു കഥ എന്ന് പറയുന്നത് മമ്മൂക്കയുടെ കാതോട് കാതോരം എന്ന സിനിമയിലെ ഒരു പാട്ടുണ്ട്, മറ്റേ ദേവദൂതർ പാടി ആ പാട്ടിൽ. ആ പാട്ടിനെ ആസ്പദമാക്കി മെയ്ഡ് ചെയ്തൊരു പടമാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഉള്ളതാണോ അല്ലാത്തതാണോ അതൊന്നല്ല അതായത് ആ ഒരു പാട്ടിലെ ഒരു സീൻ വെച്ച് ഉണ്ടാക്കിയ ക്രാഫ്റ്റാണിത്. വെൽ മെയ്ഡഡ് എന്ന് തന്നെ പറയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി പ്രഭാകർ. കാസ്റ്റ് ആസിഫ് അലി, അനശ്വര രാജൻ, പിന്നെ കുറേ പേരുണ്ട്. ഹാരിസ് അശോകൻ, ഇന്ദ്രൻസ്, സിദ്ദിഖ്, സായ്കുമാർ, മനോജ് കെ ജയൻ, അങ്ങനെ എല്ലാവരും അടിപൊളിയുണ്ട്. കാസ്റ്റൊക്കെ അമ്മാരി പക്കയാണ് കേട്ടോ. അതായത് 85-ലത്തെ ആൾക്കാർ അവരുടെ മക്കളെ വരെ കാണിക്കുമ്പോൾ ഏതാണ്ട് സെയിമാണ്. അവരുടെ അപ്പനും മോനും എന്ന് തന്നെ പറയുള്ളൂ. അതുപോലെയാണ് കാസ്റ്റ് വരെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആസിഫ് അലിയുടെ പെർഫോമൻസ്, അനശ്വരയുടെ പെർഫോമൻസ്. അനശ്വരേനേക്കാളും എനിക്കിഷ്ടമായത്, അനശ്വര നന്നായിട്ടുണ്ട് ഇല്ല എന്നല്ല പറഞ്ഞത്. ആസിഫ് അലിയുടെ അടുത്തേക്ക് വരാം കേട്ടോ. അനശ്വര നന്നായിട്ടുണ്ട് ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ അനശ്വര നേര് പോലുള്ള സിനിമയിൽ ചെയ്തു വെച്ചിട്ട് ഇതും അതിനത്ര എനിക്ക് അങ്ങോട്ട് സെറ്റായില്ല. പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല രസത്തിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഒരു പുഷ്പം എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ ചെയ്യണ ഒരു ലേഡി ഉണ്ട്. അത് ആൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ ചെറിയ കാലമായാലും വലിയ കാലമായാലും, അതായത് 85-ലത്തെ റോളായാലും ഇപ്പോൾ പ്രസൻറ്റിൽ കാണിക്കുന്ന റോളായാലും അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസിഫ് അലിയുടെ പെർഫോമൻസ് പിന്നെ പറയണ്ടല്ലോ. ആളിങ്ങനെ കൂമൻ്റെ മുഖങ്ങളൊക്കെ ആളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോയി നിൽക്കും. അമ്മാരി അടിപൊളിയുണ്ട് ആൾ. പിന്നെ ആളുടെ എന്ന് പറയുമ്പോൾ ആളുടെ ഫേസിൽ എക്സ്പ്രഷൻസൊക്കെ പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ദേഷ്യം വരുമ്പോഴായാലും, അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂടാകുമ്പോൾ ആളുടേതായൊരു പ്രത്യേക എക്സ്പ്രഷൻസൊക്കെ ആൾക്കുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ ആൾ എന്ന് പറയുന്നത് 1-2 സമയത്താണ് ആൾ ചൂടാവുള്ളൂ. ആളുടെ കേസ് ക്രൈം ബ്രാഞ്ചിലേക്ക് മാറ്റുമ്പോൾ ആ ഓഫീസറെ കാണുമ്പോൾ ഒരു സീനുണ്ട്, ഒരു ബാത്റൂമിൽ വെച്ചിട്ട്. അതാകുമ്പോൾ ഒരു അമ്മാതിരി സീനാണ്. പിന്നെ ഒരു ഫൈറ്റ് സീനുണ്ട്. അതും ആ 2 സമയത്താണ് ആൾ ചൂടാവണുള്ളൂ. പക്ഷെ ആ സമയത്ത് ആൾ രക്ഷയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതായത് കാതോട് കാതോരം സിനിമയുടെ മമ്മൂട്ടിച്ചേട്ടൻ, അതായത് മമ്മൂട്ടിയുടെ ആരാധികയായിട്ടാണ് അനശ്വര ഈ പടത്തിൽ. അപ്പം അനശ്വര ആ സിനിമ നടി ആകണം എന്ന ഒരു ആഗ്രഹമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി മമ്മൂട്ടിയുടെ കൂടെ നായികയാവണം എന്ന് വിചാരിച്ച് വരുന്ന ഒരു പെൺകുട്ടി. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ചുറ്റുപാടിലാണ് ഈ കഥ കൊണ്ടുപോകുന്നത്. അത് അന്വേഷിക്കാൻ വേണ്ടി വരണതെന്ന് പറഞ്ഞാൽ സിദ്ദിഖ് ഫുൾ കഥ പറയണില്ല. അപ്പം അത് അന്വേഷിക്കാൻ വേണ്ടി വരണതാണ് നമ്മുടെ ആസിഫ് അലി. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിന് അടിപൊളിയായിട്ട് ഒരു മേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 85 കാലഘട്ടം അങ്ങനെ തന്നെ സ്ക്രീനിൽ കാണിച്ചോക്കാണ്. മമ്മൂക്ക വേർഷനാണെന്ന് തോന്നുന്നു, എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നണം. അതായാലും ഭരതൻ സാറ്, കമൽ സാറ്, പിന്നെ അങ്ങനെ ഒരുപാട് മെയിൻ നല്ല ആൾക്കാർ കാണിച്ചിട്ടുണ്ട്. അവരൊക്കെ നന്നായി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാ പറഞ്ഞത്, 85 കാലഘട്ടം അങ്ങനെ തന്നെ ആ ഒരു പടത്തിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് അടിപൊളിയായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ. 2025 ആദ്യത്തെ ഹിറ്റ് പടം എന്ന് തന്നെ പറയാം. വെൽ ക്രാഫ്റ്റഡ് സിനിമ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സീനുണ്ട്. അതായത് 2 ട്രാൻസിഷൻ സീനുകളാണ്. അനശ്വര രാജൻ ഞാൻ പറഞ്ഞില്ലേ സിനിമ ആണെന്ന്. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് പുള്ളിക്കാരി ആദ്യം പടത്തിൽ വരാം. അത് കാതോരം പടത്തിലെ ദേവദൂതർ പാടി എന്ന പാട്ടിന് ബാക്ക്ഗ്രൗണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് ആളുടെ ഫസ്റ്റ് സീൻ. അപ്പം അതിനു വേണ്ടി മറ്റേ കന്യാസ്ത്രീ വേഷം മാറാനായിട്ട് പോകുമ്പോൾ ഒരു ട്രാൻസിഷൻ ഉണ്ട്. ആൾ സാധാ ഡ്രസ്സിൽ കയറി
അവിടെ നിന്ന് ഷോട്ട് പോയി പിന്നെ ഇറങ്ങുന്നത് ആ കനീസ് വേഷത്തിലാണ്. അത് ഒരു നല്ലൊരു ട്രാൻസിഷനായി. അത് പോരാണ്ട് അടിപൊളി ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പുള്ളിക്കാരൻ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ടാവും, തൂങ്ങി മരിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആസിഫ് അലിയുടെ ഫ്രെയിമിൽ നിന്നാണ് ആ ഹാങ് ചെയ്ത് കിടക്കണേക്ക് പോവുക. അതിൽ നിന്നിട്ട് ഒന്ന് സർക്കിൾ ചെയ്ത് വരുമ്പോൾ എല്ലാവരും, അതായത് ബോഡി കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ മുഴുവൻ ചുറ്റുപാടുണ്ടാവും. അതൊരു നല്ലൊരു ട്രാൻസിഷനായി എനിക്ക് തോന്നി, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു അടിപൊളി പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയണ്ട. മുജിബ് മജീബ് എന്ന മ്യൂസിക് ഡയറക്ടർ വരും സിനിമകളിൽ മലയാളത്തിൽ മിന്നിത്തിളാമോ എന്നൊരു ആളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ അടിപൊളി പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.